എന്നും ഹെന്ന വീഡിയോസ് ഇട്ടിട്ട് മടുത്ത്. അപ്പോൾ ഓരോ റീല് കാണുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇടാനൊരു ത്വര. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോ വീഡിയോസും അതായത് ഈ ഹെന്ന ഡിസൈനും വീഡിയോസൊക്കെ കാണുമ്പോൾ ആ ഒരു വരക്കുന്ന ഒരു പാർട്ട് മാത്രമേ കാണലുള്ളൂ. അതിന്റെ ബാക്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ചെറിയ ചെറിയ ഫോൾട്ടുകൾ എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഉച്ചക്കുള്ള ചോറ്, കറി, കൂട്ടാന്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്നിച്ചാവണം കേട്ടോ. സത്യം പറഞ്ഞാൽ മൾട്ടി ടാസ്ക് ആണ് രാവിലെ. ഇനിയിപ്പോ രാവിലെ നീക്കുന്ന ടൈം ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പ്ലാനിങ് വെള്ളത്തിൽ. പിന്നെ ഇവളെ സ്കൂളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇതെല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ടാവും. ചില സമയത്തൊക്കെ അവളെ പറഞ്ഞയച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. പിന്നെ ചിലപ്പോ ചില പണികളൊക്കെ പെൻഡിങ് ആവും. പിന്നെ ഇവളെ ഉറക്കിയിട്ടാണ് ഞാൻ എന്റെ ഹെന്ന ഡിസൈൻ വരക്കാനായിട്ട്. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഒരു മുതൽ നീറ്റ്. പിന്നെ ഓളെ സൈഡിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആക്കി. ഇവളെ അപ്പുറത്ത് ഇരുത്തി ഡിസൈൻ വരക്കുമ്പോൾ അരമണിക്കൂറിന്റെ ഡിസൈൻ എപ്പോഴും ഒരു മണിക്കൂർ ആവലുണ്ട് കേട്ടോ. ഞാൻ പൂച്ചനെ വിളിക്കട്ടെ. അപ്പൊ ഇവളെ സൈഡിൽ ഇരുത്തി ഡിസൈൻ വരക്കുന്നത് എനിക്കൊന്നും ടാസ്ക് ആണ് കേട്ടോ. ഞാൻ വരച്ച ഡിസൈന് വീണ്ടും വീണ്ടും വരച്ചോണ്ടിരിക്കേണ്ടി വരും. പൂച്ചനെ വിളിക്കട്ടെ. പിന്നെ ചില സമയത്തൊക്കെ ഹെന്ന അതിന് വേണ്ടിട്ട് കരയലും കേട്ടോ. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എനിക്ക് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റലുമില്ല. അപ്പൊ കംപ്ലീറ്റ് ആവാത്ത ഡിസൈൻ ഞാൻ പോസ്റ്റ് ആക്കലുമില്ല. അതിന്റെ ഇടയ്ക്ക് ട്രൈപോഡ് ഇന്ന് വീണ് പൊട്ടും ചെയ്ത്. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഫൈനൽ ഔട്ട് വരുന്നത്. അപ്പൊ വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ കൊളാക്കിയോണ്ട് എനിക്ക് വീഡിയോ കിട്ടി, പക്ഷെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങും ചെയ്ത് എനിക്ക് പിറ്റേ ദിവസത്തിനുള്ള ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ.